2025 ലണ്ടനിലെ ലോർഡ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയുടെ ദൈർഘ്യം പെർത്തിലെ മികച്ച വിജയത്തിലൂടെ കുറഞ്ഞിരിക്കുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലെ ആദ്യ മത്സരത്തിൽ ബുംറയുടെ ക്യാപ്റ്റൻസിയിൽ 295 റൺസിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത്. Indian fans on their feet. His 7th in Australia, your 9th against us. This talented young man, Yashasvi Jaiswal, picks up his 9th Test match 50. That worth a shout. It's Bumrah gets the wicket. Taken this time by Kohli. 150 റൺസിൽ ഓൾ ഔട്ടായ ആദ്യ ഇന്നിംഗ്സിൽ പരിങ്ങലിലായ ഇന്ത്യൻ ടീം 104 റൺസിന് ഓസ്ട്രേലിയയെ ഓൾ ഔട്ടാക്കിക്കൊണ്ട് മികച്ച ബൗളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. സെക്കൻഡ് ഇന്നിംഗ്സിൽ വിരാട് കോഹ്ലിയുടെയും യശസ്വി ജയ്സ്വാളിൻ്റെയും KL രാഹുലിൻ്റെയും മികച്ച പ്രകടനങ്ങളിലൂടെ 487 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്ത ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയ്ക്ക് 534 എന്ന കൂറ്റൻ സ്കോർ വിജയലക്ഷ്യമാക്കുകയും ചെയ്തു. 238 റൺസിൽ ഓസ്ട്രേലിയയെ തളച്ച ഇന്ത്യക്ക് പെർത്തിൽ ലഭിച്ചത് ചരിത്രപരമായ വിജയവും കൂടെയാണ്. 5 മത്സരങ്ങളുള്ള സീരീസിൽ ഇതോടെ 1-0 ഇന്ത്യ ലീഡ് നേടിയിരിക്കുന്നു. ഓസ്ട്രേലിയൻ മണ്ണിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ നേടിയ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ് സീരീസിലെ ആദ്യ വിജയം. ന്യൂസിലൻഡിനെതിരെ ഹോം പിച്ചുകളിൽ നേരിട്ട 3-0 എന്ന കനത്ത ടെസ്റ്റ് പരാജയത്തിന് ശേഷം സമ്മർദ്ദത്തിലായ ഇന്ത്യൻ ടീമിന്റെ തിരിച്ചുവരവ് കൂടെയാണ് ഓസ്ട്രേലിയയിൽ നേടിയ വലിയ വിജയം. ചരിത്രത്തിൽ പെർത്തിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ വിജയമാണിത്. 2008 മഹേന്ദ്ര സിംഗ് ധോണി നയിച്ച ഇന്ത്യൻ ടീം മൊഹാലിയിൽ നേടിയ 320 റൺസിന്റെ വിജയമാണ് പെർത്തിലേക്കാൾ വലിയ വിജയം ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയക്കെതിരായ വിജയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതോടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ക്വാളിഫൈ ആകുവാനുള്ള ഇന്ത്യയുടെ സാധ്യതകൾ കൂടിയെന്നതാണ്. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റാൻഡിംഗ്സിൽ ഇന്ത്യ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ആഷസ് പരമ്പരയ്ക്ക് ശേഷം ഏറ്റവും സിഗ്നിഫിക്കൻ്റ് എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ടെസ്റ്റ് സീരീസാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാധാന്യം ഇത്തവണ വളരെ വലുതാണ്. പരമ്പരയുടെ വിധി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് സ്ഥാനം ലഭിക്കുമോ എന്നതിന് വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ന്യൂസിലൻഡിനെതിരായ പരാജയത്തിന് ശേഷം ഇന്ത്യക്ക് ഒരു പക്ഷേ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ലെന്ന് പലരും വിധി എഴുതിയിരുന്നു. എങ്കിലും സീരീസിലെ ആദ്യ വിജയത്തിലൂടെ ഫൈനലിലുള്ള സ്ഥാനം ഇനിയും ഉറപ്പിക്കാറായിട്ടില്ല. അത് ഉറപ്പാക്കണമെങ്കിൽ സീരീസിലെ 3 മത്സരങ്ങൾ കൂടെ ഇന്ത്യ ജയിക്കണം. അങ്ങനെയാവുമ്പോൾ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റാൻഡിംഗ്സിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനത്ത് തുടരാനും ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടാനുമാവും. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു പരമ്പരയിൽ 4 ടെസ്റ്റ് മത്സരങ്ങൾ വിജയിക്കുക എന്നത് ഇന്ത്യക്കെന്നല്ല ആർക്കും ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിലെ വലിയ വിജയം ഇന്ത്യ തുനിഞ്ഞിറങ്ങിയാൽ അതിന് സാധിക്കുമെന്ന പ്രതീക്ഷ ഉയർത്തുന്നുണ്ട്. ബുംറയുടെ നേതൃത്വത്തിൽ മികച്ച ബൗളിംഗ് പ്രകടനവും മികച്ച ഫീൽഡ് പ്ലേസ്മെന്റും ഇത്തരം പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള ടീമുകളുടെ മത്സരം ഇതോടെ കനത്തിരിക്കുകയാണ്. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റാൻഡിംഗ്സിൽ ഓസ്ട്രേലിയ തൊട്ടുപുറകെ തന്നെയുണ്ട്. കൂടാതെ ശ്രീലങ്കയും ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും ഫൈനലിലേക്കുള്ള സ്പോട്ടിനായി കടുത്ത മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ഓരോരുത്തർക്കും ഫൈനലിൽ സ്ഥാനം ഉറപ്പിക്കാനുള്ള സിനാരിയോകൾ വ്യത്യസ്തവുമാണ്. ബോർഡർ ഗവാസ്കർ സീരീസിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് ഇടം നേടാനാവുമോ എന്നത് മറ്റു ടീമുകളുടെ പ്രകടനങ്ങളെ ആശ്രയിച്ചാവും.